ഒരു കൽപ്പനയുടെ പൂർത്തീകരണമായ ഒരു പേരെഴുത്തിൻ്റെ ഭാഗമായിട്ടാണ് ജോസഫ് മറിയത്തെയും കൂട്ടി ബെത്ലഹേമിലേക്ക് പോകുന്നത്. ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ ഭവനം എന്നാണ്. അപ്പമാകാൻ ദിവികാരുണ്യമാകാൻ വന്നവൻ പിറക്കുന്നത് അപ്പത്തിൻ്റെ ഭവനത്തിൽ. വളരെ ചിന്തനീയമാണിത്. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു ഈശോയുടെ ജനനം. അനേകർക്ക് അപ്പമാകാനായി ആത്മീയ വിശപ്പടക്കാനായി അപ്പത്തിൻ്റെ ഭവനത്തിൽ വന്നു പിറന്ന ഈശോയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നാം സ്വീകരിക്കുന്നത്. വാസ്തവത്തിൽ നാം ഓരോരുത്തരും അപ്പത്തിൻ്റെ ഭവനമായി മാറുകയാണ്. ദിവ്യകാരുണ്യ സ്വീകരണത്തോടെ നമ്മുടെ ഹൃദയങ്ങൾ ഈശോയെ വസിക്കുന്ന ഭവനമായി മാറുന്നു. ആ ഒരു ബോധ്യത്തിൽ ഇനി മുതൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാം, ഈശോയെ അനുഭവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, അപ്പമാകുവാൻ വേണ്ടി അപ്പത്തിൻ്റെ ഭവനത്തിൽ വന്നു പിറന്ന നിന്നെ ഞാൻ ആരാധിക്കുന്നു. നിനക്ക് വസിക്കാൻ യോഗ്യതയുള്ളതാക്കി എൻ്റെ ഹൃദയം മാറ്റണമേൻ. വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടെ പങ്കെടുക്കുവാൻ കൃപ തരണമേൻ. വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന എല്ലാ വ്യക്തികളെയും മാനസാന്തരത്തിലേക്ക് നയിക്കണമേൻ. ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സഫലമാക്കണമേൻ. ഈശോയെ, നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.